നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 54ാമത് സ്ഥാപക ദിനം ആചരിച്ചു. തൊടുപുഴയിൽ നടന്ന ദിനാചരണം KGDA സംസ്ഥാന പ്രസിഡന്റ് G. രമേശ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം പദ്ധതികൾക്ക് അനന്ത സാധ്യതയുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം പുഴയിൽ കുട്ടികളുടെ വിനോദത്തിനായി ആരംഭിച്ച എയർബോട്ട് സംവിധാനം സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭക്ഷ്യസുരക്ഷാ ആഹ്വാനപ്രകാരം പെരിങ്ങാശ്ശേരിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് വള്ളിയിൽ, ജില്ലാ സെക്രട്ടറി PA ജോൺ, സംസ്ഥാന കമ്മിറ്റി അംഗം സുജി കുര്യാക്കോസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രദീപ് പോൾ, നിയോജകമണ്ഡലം സെക്രട്ടറി ജോസഫ് തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് മെമ്പർഷിപ്പ് വിതരണവും നടത്തി. എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിൽക്കാൻ തയ്യാറായി വന്ന സമയത്താണ് ചില കുബുദ്ധികൾ, അതായത് രാഷ്ട്രീയക്കാരൻ അങ്ങനെ നമുക്കറിയത്തില്ല, ഇത് RSSന്റെ അജണ്ടയാണെന്നും അതല്ല കേരള കോൺഗ്രസിൻ്റെ അജണ്ടയാണെന്നും CPMന്റെ അജണ്ടയാണെന്നും അങ്ങനെ പല രീതിയിൽ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു പറ്റ ആളുകളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ വന്ന ആൾക്കാരെ വരെ തെറ്റിദ്ധരിപ്പിച്ച് അവർ പിന്മാറിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഇടുക്കിയിലെ മാത്രം നമുക്ക് 60 സ്ഥാനാർത്ഥികൾ 58 പേരിപ്പം സ്ഥിരമായിട്ടുണ്ട്. പഞ്ചായത്ത് വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത് വളരെ സത്യസന്ധവും നല്ല രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനെ തകർക്കാൻ വേണ്ടി പല ആളുകളും പല വിധത്തിൽ, പല രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരുണ്ട്, പല ഉദ്യോഗസ്ഥ ബന്ധങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, അല്ലാതെ കുറച്ച് ആളുകളെ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ടുള്ള പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും നമ്മൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഉള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. ഇടുക്കി ക്രൈംബ്രാഞ്ച് DYSP രമേശ് കുമാർ, തൊടുപുഴ DYSP K. സദൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. ഇടുക്കി ക്രൈംബ്രാഞ്ച് DYSP രമേശ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊടുപുഴ DYSP സദൻ, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം, തൊടുപുഴ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അമരങ്കാവ് കോലാനി കളരി ഭഗവതി ക്ഷേത്രം, കോലാനി കാരിക്കോട് ഭഗവതി ക്ഷേത്രം, മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം, തൊണ്ടിക്കുഴ ശ്രീ അമൃത കലശ ശാസ്ത്ര ക്ഷേത്രം, തൊടുപുഴ ആഞ്ജനേയ ക്ഷേത്രം, കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം, ഇടവെട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രം, നെല്ലിക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ പങ്കെടുത്തു. തൊടുപുഴ മേഖലയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പുണ്യം പൂങ്കാവനം കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്ര ഉദ്യാന നിർമ്മാണവും ക്ഷേത്രക്കുളം നവീകരണവും അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുവാൻ തീരുമാനിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം നമുക്കൊരു ഓൺലൈനിലൂടെ പറ്റുള്ളൂ. ചെറിയ യാതൊരു കൂടാതെ ഓൺലൈനിലുള്ള സൂം മീറ്റിങ്ങിലൂടെയാണ് നമ്മുടെ ആശയങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഓൺലൈൻ സൂം മീറ്റിങ്ങുകളുണ്ടാവും. അതിലൂടെ നമ്മളിപ്പോൾ കേരളമൊട്ടാകെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെയുള്ള ദേവാലയങ്ങൾ നമ്മൾ തിരഞ്ഞെടുപ്പിക്കാൻ വരുന്ന അവിടുന്ന് പുറപ്പെട്ടു വരുന്ന സ്വാമി ഭക്തരെ സെൻസിറ്റൈസ് ചെയ്ത് സന്നിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ നടന്നുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഇടുക്കി കേന്ദ്രീകരിച്ച് കുറേയധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഇനി പുണ്യമൂങ്ങാവനം പദ്ധതിയിലേക്ക് ഞാനൊന്ന് പുണ്യമൂങ്ങാവനം പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സന്നിധാനത്തിലേക്ക് ശബരിമല ദർശനത്തിനായിട്ട് വരുന്ന അയ്യപ്പഭക്തന്മാരുടെ ഇരുമുടി പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ജനറലായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ.
UDF ജില്ലാ പഞ്ചായത്ത് അറക്കുളം ഡിവിഷൻ കൺവെൻഷൻ അറക്കുളം ആസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. PJ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബ്, K ഫ്രാൻസിസ് ജോർജ്, KPCC ജനറൽ സെക്രട്ടറി റോയ് K പൗലോസ്, MK പുരുഷോത്തമൻ, ഇമ്മാനുവൽ ചെറുവള്ളാത്ത തുടങ്ങിയവർ പ്രസംഗിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 13, 14 വാർഡുകളിലെ LDF കുടുംബയോഗങ്ങൾ നടന്നു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി നടന്ന കുടുംബയോഗങ്ങളുടെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 14-ാം വാർഡ് വാകച്ചൂട്ടിൽ നടന്ന LDF കുടുംബയോഗത്തിൽ സ്ഥാനാർത്ഥിമാരായ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലിസി ജോസ്, ബ്ലോക്ക് സ്ഥാനാർത്ഥി സുനിത കൃഷ്ണകുമാർ, ഗ്രാമപഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥി പുഷ്പ ഗോപി എന്നിവർ പങ്കെടുത്തു. കർഷക സമിതി ചെയർമാൻ ബിജു പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. സരൽക്കുന്നിൽ നടന്ന ക്യാമ്പിൽ കേരള കോൺഗ്രസ് എടുത്ത 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ: 1 കർഷക രക്ഷ, 2 മതേതരത്വം, 3 പുതിയ കേരളം. ഇക്കാര്യങ്ങളോട് ഇണങ്ങുവാനും ചേരുവാനും സാധിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ? പട്ടയ വിതരണ രംഗത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് നിൽക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. ഒട്ടേറെ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പട്ടയം നൽകിയ വാർഡും ഈ വാർഡാണ് എന്ന് മനോഹർ പറയുന്നു. പക്ഷേ നമുക്ക് മുൻകാലങ്ങളിലൊന്നും എല്ലാ ഗവൺമെന്റുകളും മാറി മാറി വന്ന സന്ദർഭത്തിലെല്ലാം പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കുരുക്കഴിച്ച് പട്ടയം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കർഷക സമിതി കൺവീനർ ബിനു പൊന്നയാർ, ഷാജി വാഴക്കാല, K മോഹൻദാസ്, മനോഹർ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. 13-ാം വാർഡിൽ പഴയരിക്കണ്ടത്ത് നടന്ന കുടുംബയോഗത്തിൽ VJ തോമസ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KM മുരളി മുഖ്യപ്രഭാഷണം നടത്തി. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ചന്ദ്രൻകുഞ്ഞ്, ഷാജി കണ്ടച്ചാലിൽ, വാവച്ചൻ പെരുവിലങ്ങാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ബിന്ദു സിബി, ബ്ലോക്ക് സ്ഥാനാർത്ഥി ഉഷ മോഹനൻ എന്നിവർ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ അണികൾക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടന്ന് LDF സ്ഥാനാർത്ഥികൾ. കഞ്ഞിക്കുഴി 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന VK കമലാസനും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സുനിത കൃഷ്ണകുമാറുമാണ് 2ാം ഘട്ട പര്യടനത്തിലേക്ക് കടന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ചേലച്ചൂട് 4-ാം വാർഡിൽ നിന്നുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി VK കമലാസനൻ മത്സര രംഗത്തുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്നും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലെ സുനിത കൃഷ്ണകുമാറും മത്സര രംഗത്തുണ്ട്. ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടുക്കി രൂപതയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡും ശ്രീനാരായണ സാഹിത്യ അക്കാദമിയുടെ സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയ VK കമലാസനൻ വളരെയേറെ ആത്മവിശ്വാസത്തോടെയാണ് മത്സര രംഗത്തുള്ളത്. കുടിയേറ്റത്തിൻ്റെയും കുടിയിരുത്തലിൻ്റെയും കുടിയിറക്കലിൻ്റെയും എല്ലാം ചരിത്രം പറയുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇവിടെയും ഇലക്ഷൻ ചൂടുപിടിച്ചിരിക്കുകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതിനോടകം ഒരു റൗണ്ട് എല്ലാ വീടുകളും സന്ദർശിച്ചു കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് പ്രവർത്തകരും അതോടൊപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സുനിത കൃഷ്ണകുമാറുമെല്ലാം. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ 54ാമത് സ്ഥാപക ദിനം ആചരിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ദിനാചരണം KGDS സംസ്ഥാന പ്രസിഡന്റ് G രമേശ് ഉദ്ഘാടനം ചെയ്തു. പതാകദിനം സിന്ദാബാദ്, KGDS സിന്ദാബാദ്, ലോയിൻ കൗൺസിൽ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഗവൺമെന്റ് ജീവനക്കാരുടെ സംഘടനയായ KGDAയുടെ 54ാം വാർഷിക ദിനാചരണമാണ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച യോഗം KGDA സംസ്ഥാന പ്രസിഡന്റ് G രമേശ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് സർക്കാർ ഓഫീസിന് പുറത്തായിരുന്നു ഡ്രൈവർമാരുടെ സ്ഥാനമെങ്കിൽ ഇന്ന് സർക്കാർ ഓഫീസിനുള്ളിൽ അവർക്ക് മാന്യമായ അംഗീകാരവും അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും വിശ്രമ സ്ഥലവും അടക്കം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതെല്ലാം ഈ കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ അതിശക്തമായ ഇടപെടലുകളുടെയും അതുപോലെ തന്നെ ശക്തമായ പോരാട്ടങ്ങളുടെയും ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ 54 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഈ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും വരുന്ന ആളുകൾ നമുക്ക് വിശ്രമിക്കുവാനുള്ളതല്ല, പോരാട്ടത്തിൻ്റെതാണ്. കാരണം ഇന്ന് സർക്കാർ വകുപ്പുകളിൽ എല്ലാ വകുപ്പുകളിലും
വാഹനങ്ങൾ കണ്ടം ചെയ്ത് കഴിയുമ്പോൾ പുതിയ വാഹനങ്ങൾ എടുക്കേണ്ടതില്ല എന്നും ആ ഡ്രൈവർ തസ്തിക ഒഴിവാക്കാനുമാണ് ഇന്ന് സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് സമരം നമ്മൾ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ഡ്രൈവർമാരെ എന്ന വിഭാഗം ഈ സിവിൽ സർവീസിൽ തന്നെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരുടെ എല്ലാ ആവശ്യങ്ങൾക്കായും എന്നും മുന്നോട്ട് വന്നിട്ടുള്ള സംഘടനയാണ് KGDA എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടാതെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഡ്രൈവർമാർക്കായുള്ള പ്രത്യേക വിശ്രമ സ്ഥലം അനുവദിക്കുന്നതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതും അത് നടപ്പാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയതും KGDA ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. KGDA ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് ജില്ലാ പ്രസിഡന്റ് CV സജിയും PWD കോംപ്ലക്സിൽ ജില്ലാ സെക്രട്ടറി ബഷീർ V മുഹമ്മദും പതാകകൾ ഉയർത്തി. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് R ബിജുമോൻ അഭിവാദ്യം അർപ്പിച്ചു. ജില്ലാ നേതാക്കളായ CA ശിവൻ, മോഹനൻ, TS നസീർ, പ്രദീപ്, വിൽഫ്രഡ്, ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൂറിസം പദ്ധതികൾക്ക് അനന്ത സാധ്യതയുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം പുഴയിൽ കുട്ടികളുടെ വിനോദത്തിനായി ആരംഭിച്ച എയർബോട്ട് സംവിധാനം സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നു. മൈലപ്പുഴയിൽ നിന്നാണ് ഈ പുഴ ആരംഭിക്കുന്നത്. പാറക്കെട്ടുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധമായ വെള്ളമാണ് ഈ പുഴയിലൂടെ ഒഴുകുന്നത്. എന്തുകൊണ്ടും പ്രത്യേകത നിറഞ്ഞ തോടാണിത്. വലിയ മഴക്കാലം ഒഴിച്ചാൽ ബാക്കി സമയങ്ങളിൽ വളരെ സാവധാനം ഒഴുകുന്ന പുഴ എയർബോട്ട് സർവീസ് നടത്തുന്നതിന് അനുയോജ്യമാണ്. പഴയരിക്കണ്ടം വഴി 16 കിലോമീറ്ററോളം ഒഴുകി പാമ്പളയിലെത്തി പെരിയാറ്റിൽ പുഴ ചേരുകയാണ്. മഴ മാറിയാൽ ഇതിലൂടെ എയർബോട്ട് ഓടിക്കുന്നതിന് അനുയോജ്യമാണ്. പൊതുപ്രവർത്തകനായ ബിനു പുനയാർ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി എയർബോട്ട് വാങ്ങിയത്. ഇതിൽ പ്രായപൂർത്തിയായ 3 പേർക്ക് സഞ്ചരിക്കാൻ കഴിയും. 300 കിലോ വരെ ഭാരം കയറ്റാമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. തോടിന് ഇരുവശവും ഈറ്റ ഉൾപ്പെടെയുള്ള ചെറു മരച്ചിലുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ വേനൽക്കാലത്ത് പോലും ചൂട് അനുഭവപ്പെടുകയില്ല. സദാസമയവും വീശുന്ന നല്ല തണുപ്പുള്ള കാറ്റ് ശീതീകരിച്ച മുറിയുടെ പ്രതീതിയാണ് നൽകുന്നത്. ഇവിടെ ടൂറിസം വികസനത്തിന് കൂടുതൽ ബോട്ടുകൾ അനുവദിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്താൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് ബിനു പറയുന്നു. വളരെ സുന്ദരമായിട്ടുള്ള ഒരു പുഴയത്. ഹൈറേഞ്ചിൽ തന്നെ ഇത്തരം പുഴകൾ അപൂർവമാണ്. അപ്പോൾ മൊത്തം മലനിരകളാണല്ലോ. അതിൻ്റെ ഇടയിൽ ഈ പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുന്ന ഒരു വരദാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പഴയരിക്കണ്ടം പുഴ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ പ്രൊഫസിറ്റിയോട് ചേർന്ന് ഈ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് പോകുന്ന സമാന്തരമായിട്ട് ഒഴുകുന്ന സമതലമായിട്ട് നിരന്നൊഴുകുന്ന ഒരു പുഴയാണ്. ഇതിനെ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പദ്ധതി നമ്മൾ DTPCക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ഇത് സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്നത് ഇത് ഒരുപക്ഷെ അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് നല്ല ഒരു 20 മീറ്റർ മാത്രമേ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഇതിനൊരു വ്യത്യാസമുള്ളൂ ഈ പുഴയിൽ. അപ്പോൾ അവരുടെ യാത്രക്കിടയിൽ അവർ വണ്ടി നിർത്തി സുന്ദരമായിട്ട് ഇവിടെ വന്നിട്ട് ഇത് ആസ്വദിച്ച് വളരെ ആസ്വദിച്ച് പോകാം. ഇപ്പോൾ തന്നെ എയർബോട്ടിൽ കയറാനും ഫോട്ടോകൾ എടുക്കാനും ധാരാളം പേരെത്തുന്നുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തുന്ന സന്ദർശകർക്ക് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിശ്രമ കേന്ദ്രവും കൂടുതൽ അടിസ്ഥാന സൗകര്യവും ഏർപ്പെടുത്തിയാൽ കൂടുതൽ പേരെത്തുമെന്ന് പ്രദേശവാസികളും പറയുന്നു. മുമ്പ് പഴയരിക്കണ്ടം പ്രഭാസിറ്റിയിൽ മണൽച്ചാക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ചെക്ക് ഡാം ഉണ്ടായിരുന്നു. 2018 കാലവർഷക്കെടുതിയിൽ ചെക്ക് ഡാം ഒഴുകിപ്പോയി. ഇവിടെ ചെക്ക് ഡാം നിർമ്മിച്ചാൽ പ്രദേശവാസികൾക്ക് വെള്ളം ലഭിക്കുകയും ബോട്ടിങ്ങിന് കൂടുതൽ സൗകര്യം ലഭിക്കുകയും ചെയ്യും. ശുദ്ധമായ വെള്ളമാണ് തോട്ടിലൂടെ ഒഴുകിയെത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. സ്കൂൾ അവധിയായതിനാൽ ധാരാളം കുട്ടികളും ബോട്ടിങ്ങിനെത്തുന്നുണ്ട്. അധിക പണച്ചെലവില്ലാതെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ പദ്ധതി വികസിപ്പിച്ചെടുത്താൽ പഞ്ചായത്തിനും സർക്കാരിനും വരുമാനം ലഭിക്കുന്നതോടൊപ്പം സന്ദർശകരെ ആകർഷിക്കാനും കഴിയും. അതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പഴയരിക്കണ്ടം പുഴയുടെയും പ്രദേശത്തിന്റെയും വികസനം ഉറപ്പുവരുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ക്രമീകരിക്കുകയാണെങ്കിൽ കഞ്ഞിക്കുഴിയിലെ മറ്റൊരു വിനോദസഞ്ചാര മേഖലയായിട്ട് ഈ പുഴ മാറും എന്നത് യാതൊരു സംശയവുമില്ല. കഞ്ഞിക്കുഴിയിൽ നിന്നും ക്യാമറമാൻ ബിനു പുന്നയാറിനോടൊപ്പം ജിൻസ് ജെയിംസ്. മുഖ്യമന്ത്രിയുടെ ഭക്ഷ്യസുരക്ഷാ ആഹ്വാനപ്രകാരം പെരിങ്ങാശ്ശേരിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പെരിങ്ങാശ്ശേരി ഫാർമേഴ്സ് ക്ലബ് നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വഴുതിന, മാലിമുളക്, വിവിധയിനം വാഴകൾ, കുറ്റിപ്പയർ തുടങ്ങിയവയാണ് പാട്ടത്തിനെടുത്ത 5 ഏക്കറോളം സ്ഥലത്ത് തഴച്ചു വളരുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ വെണ്ണിയാനി, താഴെ മൂലക്കാട്, പെരിങ്ങാശ്ശേരി പ്രദേശത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭക്ഷ്യസുരക്ഷാ ആഹ്വാനപ്രകാരമാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചതെന്നും വിളവ് പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്കും കൃഷി വ്യാപിപ്പിക്കുമെന്നും കൃഷിക്കാർ പറഞ്ഞു. ഈ പഞ്ചായത്തിലെ 9-7 വാർഡുകളിൽ ഈ 6 പേരടങ്ങുന്ന വിവിധ ഗ്രൂപ്പുകൾ അങ്ങനെ ഈ പ്രദേശത്ത് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ട് വരും വർഷങ്ങളിൽ വിപുലമായ കൃഷി വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ മേഖലകളിൽ കൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ്.
അപ്പോൾ പഴയ പിന്നോക്കം നീങ്ങുന്ന കൂലിപ്പണിക്കാരും ആദിവാസികളും മറ്റുള്ള വിഭാഗക്കാരും തിങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിലൊക്കെ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്കിത്ര കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞങ്ങളുടെ ഈ കൃഷി ഇന്നിപ്പം വിളവെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ് കാണാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുള്ള കൃഷി ഇവിടെ നല്ല സുലഭമായി ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം മാലിവിളവ് വരെ ഇവിടെ കൃഷി ചെയ്തിട്ട് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. മാലിവിളവ്, വാഴ, ചീനി, അതുപോലെ തന്നെ ഇപ്പോൾ പയർ, വാഴ ഇവയെല്ലാം നല്ല സമൃദ്ധമായിട്ടുണ്ടാകുന്നുണ്ട്. കൂടാതെ കപ്പ, മറ്റ് ചേന തുടങ്ങിയിട്ടുള്ള മറ്റ് കൃഷിയും നമ്മൾ വരും വർഷങ്ങളിലേക്ക് നമുക്ക് വ്യാപിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആലോചിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു സഹകരണ സംഘമായിട്ട് രൂപീകരിച്ചുകൊണ്ട് വലിയ വിപുലമായൊരു പരിപാടി തുടർന്ന് നടത്തണമെന്നാണ് ഞങ്ങൾ ഇതേക്കുറിച്ച് ആലോചിക്കുന്നത്. പൂർണ്ണമായും ജൈവ കൃഷിരീതി അവലംബിക്കുന്നതിനാൽ വിളകൾ വിഷവിമുക്തമാണെന്നത് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പത്രത്തിൽ കൂടിയും മറ്റ് രീതികളിലെല്ലാം നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലെ തന്നെ ഏക ജൈവ ഗ്രാമമായ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ആണ് എന്നുള്ളത്. അത് ഞങ്ങൾക്കൊരു അഭിമാനം കൂടെയാണ്. ആ രീതിയിലുള്ള ജൈവ പച്ചക്കറി തോട്ടവും ജൈവ കൃഷിയുമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃഷി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ചില തൊഴിലാളി സംഘടനകൾ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന നവംബർ 26 പണിമുടക്കിൽ കേരള NGO സംഘ് പങ്കെടുക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VK സാജൻ അറിയിച്ചു. കഴിഞ്ഞ 4.5 വർഷക്കാലത്ത് ജീവനക്കാരെയും തൊഴിലാളികളെയും ഇത്രയധികം വേട്ടയാടിയ ഒരു സർക്കാർ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണെന്നും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൊഴിലാളി പ്രേമം നടിച്ചുള്ള ഈ പണിമുടക്ക് ജീവനക്കാർ തള്ളിക്കളയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കോവിഡ് പ്രതിരോധ മേഖലയിലടക്കം ജോലി ചെയ്യാൻ തയ്യാറാവുന്ന ജീവനക്കാർക്ക് മതിയായ സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിശ്ചയദാർഢ്യത്തിൻ്റെ ട്രാക്കിൽ ഓട്ടോറിക്ഷയുമായി അബ്ദുൾ റഹ്മാൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ബൈക്കും കാറുമായി കൂട്ടിയിടിച്ചതോടെ ജീവിതം പാടെ മാറി. പീസ് വാലിയിലെത്തിയതോടെ അബ്ദുൾ റഹ്മാൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. നിശ്ചയദാർഢ്യത്തിന്റെ ട്രാക്കിൽ ഓട്ടോറിക്ഷയുമായി അബ്ദുൾ റഹ്മാൻ. ദുബൈയിൽ കഫ്റ്റീരിയ ജോലിക്കാരനായിരുന്ന അബ്ദുൾ റഹ്മാൻ 2018 ലീവിന് നാട്ടിലെത്തിയപ്പോൾ ബൈക്കും കാറുമായി കൂട്ടിയിടിച്ചതോടെ ജീവിതം പാടെ മാറി. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും 2 മാസത്തെ ആശുപത്രിവാസത്തോടെ തീർന്നിരുന്നു. തുടർന്ന് ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകൾ തുടർച്ചയായി ലഭിക്കുന്നതിനായി പീസ് വാലിയിൽ എത്തുകയായിരുന്നു. 2 മാസത്തിനകം പീസ് വാലിയിൽ അഡ്മിഷൻ ലഭിക്കുകയും വിദഗ്ധരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി ആരംഭിക്കുകയും ചെയ്തു. പതിയെ അബ്ദുൾ റഹ്മാൻ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു. ചികിത്സ 2 മാസം പിന്നിട്ടപ്പോൾ തന്നെ കാലിപ്പർ ഇട്ട് നടക്കാൻ ആരംഭിച്ചു. മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തനായി. ഭാര്യയും 3 മക്കളുമുള്ള അബ്ദുൾ റഹ്മാന് മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും ഓർക്കുവാനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. പീസ് വാലി അധികൃതരാണ് ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റം വരുത്തിയ ഓട്ടോറിക്ഷ അബ്ദുൾ റഹ്മാന് നൽകിയത്. ഓടിക്കാനുള്ള സൗകര്യാർത്ഥം പെഡൽ ബ്രേക്ക് ഹാൻഡിൽ ബ്രേക്കാക്കി മാറ്റം വരുത്തി. പീസ് വാലിയിൽ നടന്ന ചടങ്ങിൽ വ്യവസായി KM യൂസഫ് ഓട്ടോറിക്ഷ കൈമാറി. പീസ് വാലി ഭാരവാഹികളായ PM അബൂബക്കർ, KH ഹമീദ്, NK മുസ്തഫ, MM ഷംസുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നട്ടലിന് പരിക്കേറ്റവരെ ചികിത്സിച്ച് സ്വയം പര്യാപ്തരാക്കുന്ന സംവിധാനമാണ് പീസ് വാലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അബ്ദുറഹ്മാന് ഓട്ടോറിക്ഷ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഓട്ടോറിക്ഷയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഇതിനു മുമ്പും പല രീതിയിലുള്ള ഇത്തരം ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോറിക്ഷയും പല തൊഴിൽ സംരംഭങ്ങളും ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട്. ഇത്തരം ആളുകളെ സ്വയം പര്യാപ്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ തന്നെ ഒരു സ്വയം തൊഴിൽ ശാല തുടങ്ങുന്നതിന് വേണ്ടി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ആരംഭിക്കും. LED ബൾബ് നിർമ്മാണം, ഈ സ്റ്റിക്കർ പോലത്തെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അടിവാട് ലൈഫ് കെയർ ആശുപത്രിയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പ് നടത്തി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. അടിവാട് ലൈഫ് കെയർ മിഷൻ ഹോസ്പിറ്റലിൽ നടന്ന സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പ് CRPF റിട്ടയർഡ് IG AM മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് കെയർ ട്രസ്റ്റ് ചെയർമാൻ നാസർ അർക്കൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഉല്ലാസ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതൊക്കെ നിലനിർത്തുന്നത് എപ്പോഴും നമ്മുടെ കുട്ടികളുടെ പ്രശ്നം എഴുത്ത് വായന അങ്ങനെയുള്ളതാണെന്ന് അല്ല. ഓക്കെ. മുഖ്യമായും കുട്ടികൾക്കിടയിലുള്ള പഠന പ്രശ്നങ്ങൾ, സ്വഭാവ പെരുമാറ്റ വൈകല്യ പ്രശ്നങ്ങൾക്കുള്ള ട്രെയിനിങ്, പ്രത്യേകിച്ചും അവരിലുള്ള ആ ഒരു പഠന വൈകല്യ പ്രശ്നങ്ങൾ, എഴുത്ത് വായന അല്ലെങ്കിൽ ഭാഷയുടെ ഉപയോഗം, കണക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ടും അവരെ മുഖ്യധാരയിലേക്ക്, കുട്ടികളെ പഠനത്തിൻ്റെ ആ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമായിട്ടുള്ള റെമഡിയൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് കെയർ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മീരാൻ കുഞ്ഞ് CM, ട്രസ്റ്റ് അംഗങ്ങളായ TM ഖാദർ, MM ബഷീർ, MM അബ്ദുൽ ഖാദർ, അലി വെള്ളക്കാമറ്റം, ഷൈമോൻ കുഞ്ചാട്ട് എന്നിവർ പങ്കെടുത്തു. വിദഗ്ധരായ ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ, മാനേജ്മെന്റ് വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിൽ തീർത്തും സൗജന്യമായി തുടർന്നും ഇത്തരം ക്ലാസുകൾ നടത്തുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. നമ്മുടെ നാട്ടിൽ സേവന തൽപരരായിട്ടുള്ള ആളുകൾ ചേർന്ന് രൂപീകൃതമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് നമ്മുടെ ആശുപത്രി. ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള സ്വഭാവ വൈകല്യ ക്ലാസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ പരിപാടി സൗജന്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. തുടർന്ന് എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാണ്. ഈ ആവശ്യമുള്ളവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓഫീസുമായിട്ടോ PRO ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തുടർ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരി, ഉപവരണാധികാരി, ക്ലാർക്ക് എന്നിവർക്കായി പരിശീലന ക്ലാസ് നടന്നു. ജില്ലാ കളക്ടർ H. ദിനേശിൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് പരിശീലന ക്ലാസ് നൽകിയത്. പോസ്റ്റൽ ബാലറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ പോളിംഗ് സാധനങ്ങളുടെ വിതരണം, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് എന്നിവ സംബന്ധിച്ചാണ് പരിശീലനം നൽകിയത്. ഇതോടൊപ്പം ഓരോ സ്ഥാനാർത്ഥിക്കും ചിഹ്നം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ സംശയ നിവാരണവും നടന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അതത് ദിനങ്ങളിൽ ഓൺലൈനായും ഗൂഗിൾ ഷീറ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക രീതിയിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ച് നൽകി. ബ്ലോക്ക് തല വരണാധികാരികൾ തങ്ങളുടെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്ത് തല വരണാധികാരി, വരണാധികാരികളെ ചേർത്ത് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും സംശയങ്ങൾ ദൂരീകരിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ നൽകി. ബ്ലോക്ക് തല പരിശീലന ശേഷം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് വരണാധികാരികൾക്ക് വീഡിയോ കോൺഫറൻസ് വഴി ജില്ലാ കളക്ടർ ഇലക്ഷൻ സംബന്ധിച്ച ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സബ് കളക്ടർ പ്രേംകൃഷ്ണൻ, ADM ആന്റണി സ്കറിയ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സാജൻ V. കുര്യാക്കോസ്, ബ്ലോക്ക് തല വരണാധികാരികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ സംഘടനയായ മാക്ടയുടെ പ്രതിനിധിയും ഇത്തവണ തെരഞ്ഞെടുപ്പ് അംഗത്തിനുണ്ട്. മാക്ട എക്സിക്യൂട്ടീവ് അംഗമായ അജീഷ് മുതുകുന്നേൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. പ്രാദേശിക കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും പ്രചരണത്തിൽ അജീഷിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ഇടുക്കി ഹൈറേഞ്ചിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ യുവത്വമാണ് അജീഷ് മുതുകുന്നേൽ. ഇത് 2ാം തവണയാണ് അജീഷ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 5-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. 5 വർഷങ്ങളിൽ വാർഡിൽ നടപ്പിലാക്കിയ മികച്ച പ്രവർത്തനങ്ങൾ മൂലം 6-ാം വാർഡിൽ മത്സരിക്കാൻ CPI നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. സിനിമാ സംഘടനയായ മാക്ട ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാനിവിടെ മത്സരിക്കുന്നത് അറിഞ്ഞു തന്നെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേർ ആശംസ അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രചരണ രംഗത്ത് അവരുടെ വലിയ സംഭാവന അവർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 വർഷമായി സിനിമാ സംഘടനയായ മക്ടയുടെ പ്രതിനിധിയാണ് അജീഷ്. ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അജീഷിന് തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ചുവരെഴുത്തുകളും പോസ്റ്റർ നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി പ്രാദേശിക കലാകാരന്മാർ രംഗത്തുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും വരും ദിവസങ്ങളിൽ പ്രചരണ രംഗത്തും എത്തും. ഹൈറേഞ്ചിലെ പ്രധാന ഇടവിള കൃഷിയായ ബീൻസ് കൃഷിയിൽ നിന്നും കർഷകർ പിൻവാങ്ങുന്നു. മികച്ച വില ലഭിക്കാത്തതിനെ തുടർന്നാണ് കർഷകർ ബീൻസ് കൃഷി ഉപേക്ഷിക്കുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന ഇടവിള കൃഷിയായിരുന്നു ബീൻസ് കൃഷി. കപ്പ കൃഷിക്കും വാഴകൃഷിക്കും മറ്റും ഇടയിലൂടെയാണ് ബീൻസ് കൃഷി നടത്തി വന്നിരുന്നത്. ഇത്തരത്തിലുള്ള കൃഷി കർഷകർക്ക് അധിക വരുമാനമായിരുന്നു. എന്നാൽ വിലക്കുറവും കീടബാധയും ഇത്തരത്തിലുള്ള കൃഷിയിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുകയാണ്. ഇപ്പോഴുണ്ടാകുന്ന ഈ വിലക്കയറ്റമാണ് ഇതിൻ്റെ കാരണം. വിപണികൾ ആക്റ്റീവല്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇതെടുത്ത് കൊടുത്ത് ലാഭകരമാക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വ്യാപകമായിട്ട് നമ്മൾ മറ്റുള്ള കൃഷികളുടെ ഇടയ്ക്കൂടെ ഇടവിളയായിട്ടല്ല ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. മുൻപ് 40 മുതൽ 80 രൂപ വരെ നാടൻ ബീൻസിന് വില ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 20 രൂപയിൽ താഴെയാണ് കർഷകന് ലഭിക്കുന്ന വില. ഉൽപാദനവും ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ബീൻസ് കൃഷി ലാഭകരമല്ലാതായി. ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിൽ നാമമാത്ര ബീൻസ് കൃഷിയാണുള്ളത്. നവംബർ 25-ന് അടിമാലിയിലും തൊടുപുഴയിലും നടക്കുന്ന KPMS ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണമായതായി സംഘാടകർ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജില്ലയിലെ വിവിധ യൂണിയനുകളിൽ നിന്നായി 110ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPMS ഇടുക്കി ജില്ലാ സമ്മേളനം 25-ാം തീയതി ബുധനാഴ്ച അടിമാലി, തൊടുപുഴ എന്നിവിടങ്ങളിലായി നടക്കും. സമ്മേളനം വെർച്വൽ മീറ്റായിട്ടാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി അനുസരിച്ചാണ് സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിന്റെ പ്രധാന വേദി അടിമാലി കാർഷിക ബാങ്ക് ഓഡിറ്റോറിയമാണ്. ദേവിള, ഇടുക്കി, ഉടുമ്പൻചോല എന്നീ യൂണിയനുകളിൽ നിന്നായി 110ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ KK രാജൻ, ശിവൻ കോഴിക്കമാലി, ബിജു ബ്ലാങ്കര എന്നിവർ അറിയിച്ചു. KPMS ഇടുക്കി ജില്ലാ സമ്മേളനം 25-ാം തീയതി ബുധനാഴ്ച ജില്ലയിലെ 2 കേന്ദ്രങ്ങളിലായി നടക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും സമ്മേളനം നടക്കുക. സമ്മേളനത്തിൻ്റെ പ്രധാന വേദി അടിമാലി എല്ലമ്പാങ് ഓഡിറ്റോറിയമായിരിക്കും. സമ്മേളനം നടക്കുന്നത് വെർച്വൽ മീറ്റായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ഓൺലൈനായി നടക്കുന്ന സമ്മേളനം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ശിവൻ കോഴിക്കമാലി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബു കരിശ്ശേരി, സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് A സനീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ എന്നിവർ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി സാബു കൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ KK സന്തോഷ് കണക്കും അവതരിപ്പിക്കും. പട്ടിക വിഭാഗങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. കേരള NGO യൂണിയൻ നേതൃത്വം നൽകുന്ന ആക്ഷൻ കൗൺസിലും ജോയിന്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന സംയുക്ത സമരസമിതിയും സംയുക്തമായാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ നടത്തിയ പൊതുയോഗം കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രസുഹകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മാത്രമല്ല, മലയാളിക്ക് മാത്രമല്ല കൊടുത്തത്. പിന്നെയോ 15 ലക്ഷത്തോളം വരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലെടുക്കാൻ വന്നിട്ടുള്ള അതിഥികളായിട്ടുള്ള നമ്മുടെ തൊഴിലാളികൾക്കും കൊടുത്തു. അവിടെ നമ്മൾ അവസാനിപ്പിച്ചോ? ഭക്ഷണമില്ലാതെ തെരുവിലൂടെ അലഞ്ഞു തിരിയുന്ന നമ്മുടെ നാട്ടിലെ തെരുവ് നായ്ക്കൾക്ക് കൊടുത്തു. അവിടെ നമ്മൾ അവസാനിപ്പിച്ചോ? നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് കഴിഞ്ഞ് കഴിയുന്ന അമ്പലപ്രാവുകൾക്കും അങ്ങാടി തിരുവുകൾക്കും വരെ കൊടുത്തു. ഇല്ലേ? എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. പട്ടിണി ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവരുന്ന തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് കൈക്കൊണ്ടു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം G രമേശ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് R ബിജുമോൻ, NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ, PG രാജീവ്, DK സജിമോൻ എന്നിവർ പ്രസംഗിച്ചു. അവഗണിക്കപ്പെട്ട കർഷകരുടെ പ്രതിനിധിയായി വിൻസെന്റ് വള്ളാടി. പ്രളയവും കാർഷിക തകർച്ചയും നേരിടുന്ന വാഴത്തോപ്പ് പഞ്ചായത്ത് 2-ാം വാർഡിനെ പ്രതിനിധീകരിച്ചാണ് വിൻസെന്റ് വള്ളാടി മത്സര രംഗത്തുള്ളത്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ചൊല്ലിനെ അനർത്ഥമാക്കും വിധമാണ് കൊക്കരംകുളം മുളകുവള്ളി നിവാസികളുടെ ജീവിതം. മാറിവന്ന ഭരണകൂടങ്ങളും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ ഉൾപ്പെടെ കാർഷിക മേഖലയായ കൊക്കരംകുളം മുളകുവള്ളി പ്രദേശത്തെ ജനങ്ങളോട് കടുത്ത അവഗണനയായിരുന്നു പുലർത്തി വന്നത്. 2018-ലെ പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെയും റോഡുകളുടെയും ഉൾപ്പെടെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പ്രദേശത്ത് അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. പാൽക്കുളമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന നിരവധി കർഷക കുടുംബങ്ങളാണ് അവഗണിക്കപ്പെട്ട് കഴിയുന്നത്. 5 റോഡുകളാണ് ഇനിയും ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കാനുള്ളത്. വാസുപാറ, അമ്പലക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലയിലെ കുടിവെള്ള പദ്ധതികളും പാൽക്കുളമേട് വിനോദസഞ്ചാര മേഖലയുടെ ടൂറിസം സാധ്യതകളും തന്റെ വികസന സ്വപ്നങ്ങളാണെന്ന് വാഴത്തോപ്പ് പഞ്ചായത്ത് 2-ാം വാർഡ് ഉൾപ്പെടുന്ന കൊക്കരംകുളം മുളകുവള്ളി മേഖലയിൽ മത്സര രംഗത്തുള്ള വിൻസെന്റ് വള്ളാടി പറയുന്നു. ഈ വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ 2-ാം വാർഡ് വികസനപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം ഏതാണ്ട് 400-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ വാർഡിൽ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 5ഓളം റോഡുകൾ ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് അത് ടാർ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമവും പൂർത്തീകരിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ പാൽക്കുളം ടൂറിസം ഫെസ്റ്റ് ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അധികാര കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തിക്കൊണ്ട് പാൽക്കുളം ടൂറിസം ഫെസ്റ്റ്
അത് നല്ല രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട്. സുപ്പാറ അമ്പലക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിച്ച് അവിടെയുള്ള ആളുകളുടെ ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയായ ശേഷം രണ്ടാം ഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായ വിൻസെന്റ് മാണി കടന്നിരിക്കുകയാണ്. ചരമവാർത്ത. കരിമണ്ണൂർ അത്തിക്കൽ ജോസ് എബ്രാഹത്തിൻ്റെയും മാനത്തൂർ കോലത്ത് മേരിയുടെയും മകൻ ജോസൻ എബ്രാഹം നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നവംബർ 27 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ഡാലി കടവൂർ പാറക്കാട്ട് കുടുംബാംഗമാണ്. മരിയ, എബിൻ എന്നിവർ മക്കളാണ്. ട്രീസ ബേബി ആടുകുഴിയിൽ USA, സ്റ്റെല്ല ജോസ് നെടുമരുതിഞ്ചാലിൽ ഡൽഹി, സിസി ജോർജ് മഴുവഞ്ചേരിൽ USA, ഡീന ജിയോ പാലക്കാട്ട് വാഴക്കുളം എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 54ാമത് സ്ഥാപക ദിനം ആചരിച്ചു. തൊടുപുഴയിൽ നടന്ന ദിനാചരണം KGDA സംസ്ഥാന പ്രസിഡന്റ് G. രമേശ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം പദ്ധതികൾക്ക് അനന്ത സാധ്യതയുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം പുഴയിൽ കുട്ടികളുടെ വിനോദത്തിനായി ആരംഭിച്ച എയർബോട്ട് സംവിധാനം സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭക്ഷ്യസുരക്ഷാ ആഹ്വാനപ്രകാരം പെരിങ്ങാശ്ശേരിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖകരമായ താമസത്തിന് സിനമൺ കൗണ്ടി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപം കല്യാൺ ജ്വല്ലറിക്ക് എതിർവശം തൊടുപുഴ. റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലറി, പറയംചാലിൽ ജുവലറി, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. firstcry.com ഇപ്പോൾ തൊടുപുഴയിലും. ബിഗ് സ്റ്റോർ ഫോർ ലിറ്റിൽ വൺസ്. firstcry.com, Affinity Towers, കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 8156885656. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂമാർട്ട്, തൊടുപുഴ.